നമുക്ക് വാസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് ഒരുപാട് വാക്കുകൾ പറയാൻ പറ്റും. ആയിരുന്നു എന്നാണ് ഇതിൻ്റെ കറക്റ്റ് അർത്ഥം വരിക. ഐ വാസ് വെരി സിക്ക്. സിക്ക് എന്ന് പറഞ്ഞാൽ രോഗം ഉള്ള ആൾ. അപ്പോൾ ഐ വാസ് വെരി സിക്ക്, എനിക്ക് നല്ല അസുഖമായിരുന്നു ഇന്നലെ എന്നുള്ളത്. ഐ വാസ് വെരി സിക്ക് യെസ്റ്റർഡേ, എനിക്ക് ഇന്നലെ നല്ല അസുഖമായിരുന്നു. ഐ വാസ് ഹാപ്പി യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ആ നിമിഷം വരെ ഞാൻ ഹാപ്പി ആയിരുന്നു അങ്ങനെ പറയാം. ഐ വാസ് ഹാപ്പി അണ്ടിൽ ദാറ്റ് മൊമെൻറ്റ്. അണ്ടിൽ എന്ന് പറഞ്ഞാൽ അതുവരെ. ഐ വാസ് ഹാപ്പി അണ്ടിൽ ദാറ്റ് മൊമെൻറ്റ്, ഞാൻ ആ നിമിഷം വരെ ഞാൻ ഹാപ്പി ആയിരുന്നു. ഇറ്റ് വാസ് ഡെലീഷ്യസ്, അത് നല്ല രസമുള്ള സാധനമായിരുന്നു, മീൻസ് ടേസ്റ്റി ആയിരുന്നു. ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ സ്വാദുള്ളത്. അതല്ലെങ്കിൽ ഇറ്റ് വാസ് ഇൻ മൈ കാർ. അത് എൻ്റെ കാറായിരുന്നില്ല. ഇറ്റ് വാസ് ഇൻ മൈ കാർ, അതെൻ്റെ കാറായിരുന്നില്ല. അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു, നമുക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അങ്ങനെ പറയാം. ദാറ്റ് വാസ് ഇൻ മൈ ടേസ്റ്റ്. എന്ന് പറയാം. ടേസ്റ്റ് പറഞ്ഞാൽ സ്വാദാണ്, പക്ഷേ അതെനിക്ക് താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം ദാറ്റ് വാസ് ഇൻ മൈ ടേസ്റ്റ്, അതെൻ്റെ ടേസ്റ്റ് ആയിരുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും കോഴ്സ് പഠിച്ചതിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് മൈ ടേസ്റ്റ് റിയലി, ശരിക്കും അതെൻ്റെ ടേസ്റ്റ് ആയിരുന്നില്ല എന്ന് പറയാം. അതുപോലെ വാസിൻ്റെ എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ നമ്മളെന്താണ് ഒരു സംഗതിയെക്കുറിച്ച് പറയുകയാണ്, അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. പക്ഷേ നമുക്ക് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം. ഐ വാസ് ഗോയിങ്, ഞാൻ പോവുകയായിരുന്നു. ഐ വാസ് കമ്മിങ്, ഞാൻ വരികയായിരുന്നു. ഐ വാസ് തിങ്കിങ്, ഞാൻ ചിന്തിക്കുകയായിരുന്നു. നീ വിളിച്ചപ്പോഴുള്ള കാര്യമൊക്കെ പറയുന്നത് ദാറ്റ് ടൈം ഐ വാസ് തിങ്കിങ്. ആ സമയത്തില്ലേ, അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇത് പറഞ്ഞ് ശീലിക്കുക. ഓരോ അവസരം കിട്ടുമ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലോ അതല്ലെങ്കിൽ ഉറക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്താവും, നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് കയറാൻ ഒന്നുകൂടെ സ്മൂത്ത്നെസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഐ വാസ് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, ഒരു പ്രവൃത്തിയുടെ കൂടെ മിക്കവാറും കൂടുമ്പോൾ ING എന്നുള്ള രൂപത്തിൽ വരും. ഐ വാസ് ഗോയിങ്, ഐ വാസ് കമ്മിങ്, ഞാൻ വരികയായിരുന്നു. ഐ വാസ് തിങ്കിങ്, ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഐ വാസ് അസ്യൂമിങ്, അതും ഞാൻ കണക്ക് കൂട്ടുമായിരുന്നു. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലെ സ്വന്തമായിട്ട് ചിന്തിക്കുക, സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക.